തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നുവെന്ന അർജുൻ ആയങ്കിയുടെ വീഡിയോ സന്ദേശം. താൻ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നില്ലെന്നും അർജുൻ ആയങ്കി വീഡിയോയിലേക്ക് ആദ്യം. അല്ല, വെടിവെച്ചിടാനൊക്കെയാണ് ഇവർ പറയുന്നത്. വെടിവെച്ചിടാം എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പാട് വന്ന് കീഴടങ്ങുന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ ചാവാൻ തീരുമാനിച്ച ഒരാളാണ്. ചാവാൻ തീരുമാനിച്ച ഒരാൾക്ക് എങ്ങനെ എത്താറെന്താ? എന്റെ ജീവിതം നഷ്ടപ്പെട്ടതല്ലേ? എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അയാൾക്ക് പിന്നെ എങ്ങനെ വെടികൊണ്ട് മരിക്കണോ, സയനൈഡ് കഴിച്ച് മരിക്കണോ, പൊട്ടിത്തെറിക്കണോ എന്നെല്ലാം അയാളെ തീരുമാനിക്കും. അപ്പോ ഞാൻ ഒരാളെയും വെല്ലുവിളിക്കാനല്ല. വെല്ലുവിളിച്ചത് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുന്നില്ല. ആഭ്യന്തരമന്ത്രി എന്തിനാ വെല്ലുവിളിച്ചത്? എനിക്കെതിരെ എടുത്ത കള്ളക്കേസ് അത് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മന്ത്രിയോട് ഒരു കേസ് പുനരന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോ അതെങ്ങനെ വെല്ലുവിളിയാവുക? ഒരു കള്ളക്കേസല്ലേ, ഒരു മനുഷ്യനല്ലേ പറയുന്നു. മനുഷ്യനല്ലേ, പാർട്ടിയൊക്കെ പിന്നീടാവാം. ഒരു മനുഷ്യനാ കള്ളക്കേസ് കുടുക്കി അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ നശിപ്പിച്ച ഒരു സംഭവത്തെ പുനരന്വേഷിക്കാൻ വേണ്ടി, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് ചെയ്യാൻ വേണ്ടി അയാൾ മുന്നോട്ടേക്ക് വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ താങ്കൾക്കൊരു പൊന്നാടി അണിയിക്കും, ഒരു ഉമ്മ തരും എന്നത് എന്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞതാണ്. മൂപ്പർ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാക്ക് അതൊന്ന് പുനരന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ നേരിട്ട് പോയി പൊന്നാടി അണിയിക്കുന്നത് എന്റെ മനസ്സിൽ തട്ടിയ കാര്യമാണ്. കാരണം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ച, ദ്രോഹിച്ച, താറുമാറാക്കിയ ഒരു സംഭവമാണത്. മനസ്സിലായല്ല? അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ആ സിഐയോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ആ ജീവിതം നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് അതിനുള്ള മറുപണി എന്തായാലും അത് ചെയ്തിട്ടേ ഇനി വേറെ എന്ത് പണി എടുക്കുമെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഇറങ്ങി വന്നത്. ഒരാളെ ദ്രോഹിക്കുന്ന നിയമം വെച്ച്, അയാളുടെ അധികാരം വെച്ച് ഒരാളെ ദ്രോഹിക്കുമ്പോൾ, അയാളുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ, നിരപരാധികൾ വേട്ടയാടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വികാരം അതിന് പക്വത ഉണ്ടാവണമെന്നില്ല. അത് കോടതിയിൽ നിന്ന് പോലും അയാളെ ഹാബിച്വൽ ഒഫൻഡർ എന്നെ പറയുന്ന ഹാബിച്വൽ ഒഫൻഡർ എന്നാണ്. നന്നാവാൻ തീരുമാനിച്ച ഒരാൾക്ക് സ്വയം നവീകരിക്കപ്പെട്ട് ഈ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി, പുതിയൊരു മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമില്ലേ ഈ നാട്ടിൽ? വൺസ് എ ക്രിമിനൽ ഓൾവേസ് എ ക്രിമിനൽ. മരിക്കുന്നവരെ ഞാൻ ക്രിമിനൽ ആവുക, അല്ലെ എന്നെ മരിക്കുന്നവരെ ക്രിമിനൽ ആക്കി കൊല്ലുക എന്നുള്ളതാണോ കേരള പോലീസിന്റെ ഉദ്ദേശം? അങ്ങനെയാണോ വേണ്ടത്? ജയിലുകൾ പോലും കറക്ഷണൽ ഹോം എന്ന് പേര് മാറ്റി. ജയിലുകൾ കറക്ഷണൽ ഹോമാണ്. ഒരാളൊരു കുറ്റം ചെയ്ത് ജയിലിൽ പോയി ഇത്ര വർഷം ശിക്ഷ അനുഭവിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ വീണ്ടും ആ കുറ്റത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നതാണ് നീതി. കറക്ഷണൽ ഹോമാണ്, തിരുത്തപ്പെടൽ കേന്ദ്രം. എനിക്ക് തിരുത്താനും തിരിച്ചു വരാനുള്ള അവസരമൊന്നുമില്ലേ? എവിടെയുമില്ലേ? എന്റെ പാർട്ടിയിൽ പോലും എനിക്കില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും എന്റെ നിലപാടുകൾ പറയുന്നതെല്ലാം എന്റെ മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇവരെ എനിക്ക് നാളെ ചത്താൽ വന്ന് ചെങ്കൂടി പതപ്പിക്കുന്ന വിചാരിച്ചിട്ടൊന്നല്ല. അതിന് ഞാൻ അർഹനുമല്ല. അപ്പോ നിലവിൽ ഇന്നത്തെ പ്രശ്നം നാട് മൊത്തം അർജുൻ ആയങ്കി എന്നൊരു ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങിയിട്ടേ. ഞാൻ ഹീറോ ആവാൻ വേണ്ടിയിട്ടൊന്നല്ല, എനിക്ക് ഹീറോ ആവും വേണ്ട. അങ്ങനെ ഹീറോ ആയിട്ട് ഈ നാട്ടിൽ വിലസി അടക്കാന്നുള്ള ഉദ്ദേശത്തിലുമല്ല. എനിക്കൊരു പൗരനായാൽ മതി. ഞാനൊരു പൗരനാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ടുന്ന നീതി അതെനിക്ക് വേണം. അർജുൻ ആയങ്കി ആയതുകൊണ്ട് അയാൾക്ക് മറ്റൊരു നീതി, അയാൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി അർഹനല്ല, അയാളെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു പൗരനാണ്. സ്വാഭാവികമായിട്ട് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യൻ ഏത് വിധത്തിലാണ് പ്രതികരിക്കുക? കോടതിയിൽ നിന്ന് നീതി. ജി പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജി പ്രസാദ്, നാട് മുഴുവൻ പോലീസ് ആയങ്കിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. ആയങ്കി വീഡിയോ വളരെ എക്സ്ക്ലൂസീവ് ആയ റിപ്പോർട്ടർ TV ആയങ്കിയുടെ വീഡിയോ പുറത്തുവിടുന്നു. പുതിയൊരു മനുഷ്യനാകാൻ അവകാശമില്ലേ എന്നുള്ളതാണ്, വേട്ടയാടുന്നു എന്നുള്ളതാണ് വിളിച്ചു പറയാൻ. അതാണ് മാധവ് പ്രധാനമായും ആയങ്കി പറയാനും ഉദ്ദേശിക്കുന്നത്. അതായത് പോലീസ് അരിച്ചുപെറുക്കി നടക്കുകയാണ് അർജുൻ ആയങ്കിയെ. അതിനിടയിലാണ് അർജുൻ ആയങ്കി തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോയിലൂടെ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും ഒരിക്കൽ പോലും താൻ പോലീസ് സംവിധാനത്തെ വെല്ലുവിളിച്ചില്ല എന്നുള്ളതാണ് അർജുൻ ആയങ്കി ഇതിലൂടെ വിശദീകരിക്കുന്നത് മാധു. കാരണം നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്ന ഒരു കൂട്ടായ്മ ആയിരുന്നില്ല എന്നുള്ളതാണ് വീണ്ടും അർജുൻ ആയങ്കി പറയുന്നത്. അന്ന് നടന്നത് ഒരു വിവാഹ സൽക്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൂടിച്ചേരലായിരുന്നു. അന്ന് ഡാൻസ് കളിച്ചപ്പോൾ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ടുപോയി എന്ന കുറ്റം മാത്രമാണ് താൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ അടക്കം
ഉപദ്രവിക്കുന്ന സ്ഥിതിയുണ്ടായി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് താൻ അതിലൊരു തെറ്റും ചെയ്തില്ല, തന്നെ കള്ളക്കേസിൽ കുടുക്കിയതുകൊണ്ട് ആ കേസ് പുനരന്വേഷിക്കണം, തുടരന്വേഷണം നടത്തണം എന്നുള്ളതാണ് പ്രധാനമായും ആയങ്കി ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല, വെല്ലുവിളിച്ചിട്ടില്ല, തൻ്റെ നിവർത്തികേട് കൊണ്ട്, തൻ്റെ ഗതികേട് കൊണ്ട് പറഞ്ഞുപോയതാണ് എന്നാണ് അർജുൻ ആയങ്കി ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ഒരു തവണ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ പലതവണ തെറ്റ് ചെയ്തു. ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും തന്നെ അതിലേക്ക് അടുപ്പിക്കുകയാണ്, വീണ്ടും തെറ്റ് ചെയ്യാൻ പേടി ആയങ്കിക്കുണ്ടായിരിക്കുന്നുവോ? എനിക്ക് മാറാൻ, പശ്ചാത്തപിക്കാൻ, തിരിച്ചു വരാനുള്ള അവസരം വേണം എന്ന് പറയുന്നത് ഞാനങ്ങനെ വേട്ടയാടപ്പെട്ട് ഇല്ലാണ്ടാക്കപ്പെട്ട് പോകേണ്ടുന്ന ഒരാളല്ല, അതിനുള്ള സൗകര്യം എനിക്ക് സംവിധാനം തരാൻ നിർബന്ധിതാവസ്ഥയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണോ? ഉറപ്പായും അത് തന്നെയാണ് മധു. നമുക്കറിയാവുന്നതുപോലെ വലിയ വാർത്തയാണ് അർജുൻ ആയങ്കിയെ പിടികൂടാത്തത്. പോലീസ് അങ്ങേയറ്റം നാണക്കേടിലുമാണ്. പോലീസ് ആയങ്കിയുടെ പിറകെയാണ്. ഏതു നിമിഷവും പോലീസ് പിടികൂടും എന്ന് അർജുൻ ആയങ്കിക്ക് അറിയുകയും ചെയ്യാം. അതിനു മുമ്പ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ ഊന്നുകയും ചെയ്യുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ അർജുൻ ആയങ്കി ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ചെയ്ത തെറ്റ് തെറ്റായി നിലനിൽക്കുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ പല ഘട്ടങ്ങളിലും. പക്ഷേ തിരുത്താനുള്ള അവസരം, അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അന്ന് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആരെയും വെല്ലുവിളിക്കാൻ വെല്ലുവിളിച്ചില്ല, ഭീഷണിപ്പെടുത്തിയില്ല, തൻ്റെ ഗതികേട് തുറന്നു പറയുകയാണ് ചെയ്തത് എന്നതാണ് അർജുൻ ആയങ്കി വിശദീകരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഏത് നിമിഷവും അർജുൻ ആയങ്കി അറസ്റ്റിലാവുകയും ചെയ്യും. അങ്ങനെ അറസ്റ്റിലാകുന്നതിന്റെ തൊട്ട് മുമ്പ് തന്റെ ഭാഗം വിശദീകരിക്കുക എന്നതാണ് അർജുൻ ആയങ്കി ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മധു. യെസ്, ടി വി പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എനിക്ക് അങ്ങനെ തിരിച്ചു വരാനും കറക്റ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം കിട്ടുന്നില്ലേ, എനിക്ക് അങ്ങനെ ഒരു അവസരം ഇല്ലേ, എന്റെ പാർട്ടിക്കുള്ളിലും അതില്ല എന്നുള്ളതാണ് അർജുൻ ആയങ്കി വ്യക്തമാക്കുന്നത്. പോലീസ് നാട് മുഴുവൻ അരിച്ചു പെറുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ സന്ദേശവുമായി അർജുൻ ആയങ്കി രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അത് പുനരന്വേഷിക്കുകയാണ് എങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വന്ന് പൊന്നാട ഇടുമെന്ന് പറഞ്ഞത് അദ്ദേഹം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ അയച്ചു എന്നതുകൂടി അർജുൻ ആയങ്കി വ്യക്തമാക്കുകയാണ്. ഇനി അത് തുറന്നു നോക്കാത്തത് താനായതുകൊണ്ടാണോ എന്നതും ചോദിക്കുന്നു. തനിക്ക് തിരുത്താൻ ഒരു അവസരം വേണം എന്നുള്ളതാണ് ഈ വീഡിയോ സന്ദേശത്തിലൂടെ അർജുൻ ആയങ്കി പൊതുസമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്.